വെച്ച ആൾക്കാർക്കൊക്കെ ഭയങ്കര സീരിയസ് ആണ്. ഓ എന്നിട്ട് ഇവിടെ വന്നങ്ങ് ഇരുന്നപ്പോ കോമഡി മാസ്റ്റർ എന്ന് പറയും. പാട്ടിനേക്കാളും നല്ല മിമിക്രിയാ. ഇതിപ്പോ അഭിനന്ദിച്ചതാണോ അപമാനിച്ചതാണോ? ഞാൻ മധുവങ്ങളിന് പച്ച പേരിട്ടിട്ടുണ്ട്. എന്താണ് ലേസ് പാക്കറ്റ്. അതെന്താ ലേസ് പാക്കറ്റ് പേരിട്ടെ? എന്ത് മതങ്ങൾ ഒത്തിരി കഴിക്കുന്ന അതല്ല, ലേസിനകത്ത് എന്താ ഉള്ളേ? കാറ്റ്. കറക്റ്റ്. എന്റെ ഉള്ളിൽ കംപ്ലീറ്റ് എയർ ആണെന്നാ. എവിടുന്ന് കിട്ടുന്ന എയർ? ശ്വാസമാണ്. ഞാൻ വിചാരിച്ചു ഗ്യാസിന്റെ മരുന്ന് കഴിക്കാന്ന്. അങ്ങനെ ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. 1 മാസം എടുത്താ പഠിച്ചത്. ഞാൻ പാടട്ടെ? പഠിക്കും. ഇന്ദ്രധനുസ്സുകമീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീഭരത വാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപഥം പ്രണവം വിടർന്നുലഞ്ഞു ലഞ്ഞു സരയുവിൽ മന്ത്രമൃദംഗരംഗസുഖം സരവേഗ ദീപതാളമേകി മാരുതിയാ. ജലഗംഗ സൂനധൂപദീപമുണരൂ സാമഗാന ലഹരിയോടെ രാമ പക്ഷെ ആ വരി പഠിച്ചെടുക്കാൻ എഫേർട്ട്. ഓ 1 മാസം എടുത്തു ഇത് പഠിക്കാൻ. അത് മാത്രല്ല അത്രയും ശ്വാസം വേണം അത് പാടാൻ. ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീഭരത വാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപഥ പ്രണവം വിടന്നുലഞ്ഞു ലഞ്ഞു സരയുവിൽ മന്ത്രമൃദംഗരംഗസുതം സരവേഗ ദീപതാളമേകി മാരുതിയാ. അപ്പൊ നേരത്തെ പാടിയില്ല അത് തന്നെയല്ലേ? അതന്നെ. ഞാൻ ഒരു എക്സ്ട്രാ വേറെ വരാൻ മധുചേട്ടൻ വേറെ ലെവൽ. അതാണ് പറഞ്ഞു വന്നത്. ആർക്കെങ്കിലും പേരിട്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ ലേസ് ആണ്. ലേസ് പാക്കറ്റ്. മധുചേട്ടനെ വെള്ളത്തിലിട്ട പൊങ്ങി കിടക്കും ഇങ്ങനെ. ചേച്ചിക്ക് വട്ടം ഒന്നും പോരാ. വട്ടോ ചേച്ചിക്ക് വട്ടാണോ? ചേച്ചി ഒരു പാട്ട് പാടില്ലേ? തീം കിടതക തീം തില്ലാന മോഹനത്തിന്റെ തില്ലാന തിന്തില്ലാന തിക്ക് തിക്ക് താനാ തിന്തില്ലാന തിക്ക് തിക്ക് താനാ തിന്തില്ലാന തിക്ക് തിക്ക് താനാ നാ തിക്ക് തിക്ക് തോ തിക്ക് തിക്ക് നാ തിക്ക് തിക്ക് തോ തിക്ക് തിക്ക്. അത് നല്ല അടിച്ചു പൊളിച്ചു ചേച്ചി. താങ്ക് യു. അതുകൊണ്ട് പക്ഷെ എനിക്ക് വന്ന പേരെന്താ അത് പറ. സ്മൈലി സ്റ്റിക്കർ. സ്മൈലി സ്റ്റിക്കർ. ചേച്ചി ഇരിക്കുമ്പോ ഫുൾ പല്ലും കാണും. 32 പല്ല് നമുക്ക് പുറത്ത് കാണാം. ഇത് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും സ്മൈലി ഓർമ്മ ഹായ് ലേസ് പാക്കറ്റ്. അവരൊക്കെ പാട്ട് ചെയ്താ എംജെങ്ങളുടെ കൂടെ എംജെങ്ങള് എല്ലാം ശാന്തം സമാധാനം. മ്യൂസിക് തിങ് മ്യൂസിക് MJ മ്യൂസിക് സോൺ. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കണതൊക്കെ? എന്നിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടേ. കുഞ്ഞാറ്റെ മേളിലെടുക്കുമ്പോ ആ തിക്കിച്ചിരി കൂട്ടിയാ നമ്മളുടെ ട്രെയിനിങ് മാസ്ക്. എന്നിട്ട് ആ സംഗീതം നന്നായിട്ട് പാടിട്ടോ. ആ പാട്ട് പക്ഷെ നല്ലായിരുന്നു. സ്മൈൽ ഇങ്ങനെയാ. എങ്ങനെ ശാന്തം കാണിക്കണതൊക്കെ എങ്ങനെയാന്ന് എങ്ങനെ നമ്മള് കഴിക്കുന്ന ഒരു സാധനം ഇടാം. പഞ്ഞിമുട്ടായി. സോഫ്റ്റാ. എനിക്ക് കളിക്കാൻ തോന്നും. അതെ മീനൂട്ടിനും കൂടെ ഒരു പേര് എനിക്ക് ആലോചിച്ചിട്ടാ മതി. കുഞ്ഞു പോയി നാളെ വേണ്ട പോന്നെ പറഞ്ഞോ ഒരു പേര് ഞാൻ അടുത്ത ദിവസം പറയാം. ഞാനൊരു കാര്യം പറയാവേ. ഈ മീനൂട്ടി ചേച്ചിയില്ലേ പണ്ടൊക്കെ ഇങ്ങനെ കുഴഞ്ഞൊക്കെ ആയിരുന്നു പറയുന്നത്. അധികം ആൻസർ ഒന്നും കൊടുക്കാതെ. ഇപ്പൊ ആണെങ്കിൽ കൗണ്ടറും പിന്നെ ഇപ്പൊ
സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. മീനുട്ടി കുട്ടിയായിരിക്കുമ്പോ ഒരു ഒബ്സർവ് ചെയ്യണം കേട്ടോ ഈ കുട്ടി. ആണോ? ഞാൻ പോലും എന്നെ ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ ആയിരുന്നു. ഇപ്പൊ പക്ഷെ ഞാൻ കുറച്ച് നേരം നിന്ന് വർത്താനം പറയുന്നു. അപ്പൊ എത്ര പ്രായം ഉണ്ടായിരുന്നു ടെസക്ക്? എത്ര വയസ്സുണ്ടായിരുന്നു? ജനിച്ചിട്ടില്ലായിരുന്നു ടെസക്കുട്ടി. ഇപ്പൊ എത്ര വയസ്സുണ്ട് ടെസക്കുട്ടിക്ക്? ഇപ്പൊ 7. അപ്പൊ എന്തായാലും ജനിച്ചിട്ടില്ല. ജനിച്ചിട്ടില്ല. അതെ.